സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. എന്തായാലും US മാർക്കറ്റ് കറൻ്റ്ലി റണ്ണിങ്ങിലുള്ളത് ഗ്രീനിലാണ്. മാർക്കറ്റ് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആണ്, പക്ഷേ ഇൻട്രാഡേയിൽ ഇന്നത് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് ആണ്, ബട്ട് ഇന്ന് ഇൻട്രാഡേയിൽ അത് ബുള്ളിഷ് ആയിട്ടാണ് അല്ലെങ്കിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീനിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് ആണെങ്കിൽ കൂടി ഇൻട്രാഡേയിൽ ബുള്ളിഷ് ആണ്. അതായത് നിഫ്റ്റി ഇപ്പോൾ 12.5 പോയിന്റ് ഗ്രീനിലാണുള്ളത്. 19,723 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി 15 പോയിന്റ് റെഡിലാണ്. അതുപോലെ SCT കമ്പോസിറ്റ് 10 പോയിന്റ് റെഡിലാണ്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ $93 ഉണ്ടായിരുന്നു, 92.78 കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ന്യൂസാണ്. ഗോൾഡ് റേറ്റ് ഇന്നലെ 1873.13 ഉണ്ടായിരുന്നു, 1874.63 വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ $1 വ്യത്യാസം വന്നിട്ടുണ്ട്. USD INR റേറ്റ് 83.19 ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നത് 83.04 ആയിട്ടുണ്ട്. 15 പൈസയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊക്കെ വിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 58 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തന്നത്. 175 പോയിന്റിന്റെ അഥവാ 0.89% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,581 നിന്ന് 57 പോയിന്റ് മുകളിലായിട്ട് 19,638 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 115 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 236 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. അതിൽ 581 പോയിന്റിന്റെ അഥവാ 0.88% അപ്പ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായ 65,743 നിന്നും 84 പോയിന്റ് മുകളിലായിട്ട് 65,828 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 320 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 10.69% ഇന്ത്യ വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.45 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് മാർക്കറ്റ് താഴോട്ട് പോയിട്ട് തിരിച്ച് മുകളിലോട്ട് കയറിയപ്പോൾ അതിൽ വൊളാറ്റിലിറ്റി കുറയുകയാണ് ചെയ്തത്. ദെൻ മേജർ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 144 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. 410 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 0.92% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,445 നിന്നും 139 പോയിന്റിന്റെ ലാഭത്തോടു കൂടി 44,584 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 284 പോയിന്റ് മുകളിലാണ് ഇന്നത്തെ ക്ലോസിംഗ്. നിഫ്റ്റി ഇന്ന് 54 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. 185 പോയിന്റിന്റെ അഥവാ 0.94% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,729 നിന്നും 82 പോയിന്റ് മുകളിലായിട്ട് 19,811 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 136 പോയിന്റ് മുകളിലായിട്ട്. എന്തായാലും മാർക്കറ്റ് മാസ അവസാനത്തെ ഒരു നോർമലി എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 30-ാം തീയതി ആവുന്നതിന് മുൻപേ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് എല്ലാ മാസ അവസാനങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് മ്യൂച്വൽ ഫണ്ടുകളുടെയും മറ്റുള്ള കമ്പനികളുടെയൊക്കെ ഒരു ആവശ്യമാണ് ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് ഉയർന്നു നിൽക്കുക എന്നുള്ളത്. സോ അവരതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. അവസാനത്തെ ദിവസങ്ങളിൽ ട്രേഡിംഗ് ഡേയ്സിൽ എല്ലാ മാസങ്ങളിലും നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒന്നിൽ ഏതെങ്കിലും ഒരു നല്ലപോലെ ബൂമിങ്ങിൽ കയറിയൊന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല, പക്ഷേ ഇറങ്ങിപ്പോയ മാർക്കറ്റാണെങ്കിൽ അവിടെ തിരിച്ചൊരു റിക്കവറി മാസം അവസാനമാകുമ്പോൾ നോർമലി ഉണ്ടാവാറുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 10,058 കോടിയുടെ ബൈങ്ങും 11,744 കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയത്. ഇതുവഴി 1,685 കോടി നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,788 കോടിയുടെ ബൈങ്ങും 6,037 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇതുവഴി 2,751 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,065 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് നടന്നത്.
ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 ദിവസം നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ദിവസവും പണം പമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിക്ക ദിവസങ്ങളിൽ ലാഭമെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. മിക്ക ദിവസവും കഴിഞ്ഞ 5 ദിവസം അവർ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് ഇന്നും അവർ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് എല്ലാം തന്നെ ഇവിടുന്ന് കാശ് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആൾക്കാരാണ് മാർക്കറ്റിനെ നിലനിർത്താൻ വേണ്ടി പരമാവധി പണം പമ്പ് ചെയ്യുന്നത്. എന്നാലും ഇന്ന് ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 26,692 രൂപയുടെ പിൻവലിക്കലാണ് ഈ മാസം നടത്തിയിട്ടുള്ളത്. ഫുള്ള് സെല്ല് ചെയ്ത് മാർക്കറ്റിനെ അടിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,312 കോടി രൂപ പമ്പ് ചെയ്തുകൊണ്ട് അവരോട് മത്സരിച്ച് നിന്നു. പക്ഷേ അവസാനം നോക്കുമ്പോൾ 6,379 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള മാർക്കറ്റിലൊരു ഫോളും നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്. ഇനി ഓരോ സെക്ടർ വൈസ് ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫാർമയാണ് ഇന്ന് അടിച്ച് കയറി പോയിരിക്കുന്നത്. 2.66% ഒരു ഗ്രോത്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒട്ടുമിക്ക സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ്. നിഫ്റ്റി IT മാത്രമാണ് റെഡിൽ അവസാനിച്ചിട്ടുള്ളത്. അതേപോലെ ഇന്നത്തെ ഫാർമ ബീസാണ് ETF ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് 2.55%. നിഫ്റ്റി ബീസും 0.5% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ഗോൾഡ് ബീസ് ഇന്ന് ചെറിയ ലോസിലാണ് അവസാനിച്ചത്. IT ബീസും അതുപോലെ ലോസിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് 6.86% ഒരു ഗ്രോത്ത് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദാൽകോ, ആറ ഫാർമ, NTPC, PFC, മുത്തൂറ്റ് ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി, ജിന്ദാൽ സ്റ്റീൽ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ്, ദെൻ ഡിവിസ് ലാബ്, ശ്രീറാം ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ അദാനി എന്റർപ്രൈസസ് 2.39% ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തി. ജൂബിലന്റ് ഫുഡ്സ്, MRF, AU ബാങ്ക്, ഇൻഫി, HCL ടെക്, നെസ്ലെ ഇന്ത്യ, ദെൻ ടെക് മഹീന്ദ്ര, ICICI പ്രൂലി, TCS, പവർ ഗ്രിഡ്, ടൈറ്റൻ ഇത്രയും കമ്പനികൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. NSEയിലെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1,376 സ്റ്റോക്കുകൾ ഇന്ന് പ്രോഫിറ്റിൽ അവസാനിപ്പിച്ചപ്പോൾ 650 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ലോസ് പറഞ്ഞാൽ MRFന്റെ സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. MRFന്റെ സ്റ്റോക്ക് പ്രൈസ് 1,07,384 ഇപ്പോൾ ഉള്ളത്. അതിൽ 1% മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് അതിനകത്ത് സംഭവിക്കുക. നോർമലി ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ ഒരു 5 എണ്ണം, അതായത് ലിവറേജ് 5x കിട്ടുന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ 5 സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. വളരെ കൂളായിട്ട് ഇന്ന് 5000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ നോർമലി ഇത്രയും വലിയ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇൻട്രാഡേ പ്ലേയേഴ്സ് അതിലാരും കൈ വയ്ക്കാറില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്ന് 1.04 ആണ്. ഇന്നലെ 0.84 ആയിരുന്നു. അതായത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ സിക്സാഗ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിഞ്ഞാന്ന് 1.06 ആയിരുന്നു, ബുള്ളിഷ് ആയിരുന്നു. ഇന്നലെ അത് 0.84 ആയിട്ട് ന്യൂട്രലായി. വീണ്ടും ഇന്ന് 1.04 ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. 19,638 സ്പോട്ട് പ്രൈസ് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് 76 പോയിന്റ് മുകളിലായിട്ട് 19,714 ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നത്തതിനേക്കാളും താഴെയാണ്. 19,719 വന്നിട്ടുണ്ട് 27-ാം തീയതി. അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കുഴപ്പമില്ല. ബാക്കിയുള്ള 4 ദിവസത്തിനേക്കാളും മുകളിലായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റ് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബെയറിഷ് മാർക്കറ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് കയറി വന്നതാണ്. 44,585 സ്പോട്ടിൻ്റെ ട്രേഡിംഗ് അവസാനിച്ചത്. അവിടെ നിന്ന് 275 പോയിന്റ് മുകളിലായിട്ട് 44,860 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചർ കഴിഞ്ഞ 5 ദിവസത്തെ നോക്കുകയാണെങ്കിൽ 5 ദിവസത്തേക്കാളും മുകളിലായിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് സംഭവിച്ചിട്ടുള്ളത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ 19,800 എന്ന ഒരു ലെവലിൽ തന്നെയാണ്. എന്താ പറയുക, വരുന്ന ആഴ്ചയിൽ ഇവിടെ ഇപ്പോൾ 92 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. താഴോട്ടൊരു സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ 81 ലക്ഷം പുട്ട് റൈറ്റ് ചെയ്ത 19,600 ഒരു സപ്പോർട്ട് ലൈനിലുള്ളത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 19,700 ഉണ്ട്. അതായത് മാർക്കറ്റ് ശരിക്കും മുകളിലോട്ടും താഴോട്ടും പോകാൻ ശരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നല്ല ടൈറ്റാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. 3,99,00,000 കോളും 3,86,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് PCR വരുന്നത്. 19,638 ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂ. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് സപ്പോർട്ട് ലൈനിലാണ്. എനിക്ക് തോന്നുന്നു പുട്ട് റേറ്റ് 29 ലക്ഷമാണ്. അതേപോലെ കോൾ റേറ്റ് ചെയ്തിട്ടുള്ളത് 28 ലക്ഷമാണ്. സപ്പോർട്ട് ലൈനിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ 1,36,00,000 കോളും 1,25,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 44,584 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ഫിൻ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 20,000 തന്നെയാണ്. അത് മാറിയിട്ടില്ല, കുറേ ദിവസമായിട്ട് അവിടെ തന്നെയാണുള്ളത്. മൊത്തത്തിൽ 1,72,00,000 കോളും 1,50,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 19,814 ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂ. നാളത്തേക്ക് മേജർ ഈവൻസും കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളും കാര്യമായിട്ടൊന്നുമില്ല. ഇനി അടുത്ത വെള്ളിയാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ അക്സല്യ സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് 30 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ലൈറ്റിംഗ് ആൻഡ് ഫിക്സ്ചേഴ്സ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് ഒരു സ്റ്റോക്കിന് 5 ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓം ഫേൺ ഇന്ത്യ ലിമിറ്റഡ് അവർ ബോണസാണ് കൊടുക്കുന്നത്. 5 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റോക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സൂര്യ റോഷ്നി ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു സ്റ്റോക്കിനെ 2 ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ 4,688 രൂപയുടെ പ്രോഫിറ്റുമായിട്ടാണ് ഈ മാസം ഞങ്ങൾ അവസാന ദിവസം ട്രേഡിങ് അവസാനിപ്പിച്ചത്. സത്യത്തിൽ ഇന്ന് കാര്യമായിട്ട് ഞങ്ങൾക്ക് ട്രേഡ് എനിക്ക് പേഴ്സണലി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ മാർക്കറ്റ് അവേഴ്സിൽ ഒരല്പം തിരക്കിലായി മറ്റ് ജോലികളിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രേഡിംഗ് ഡെസ്കിൽ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 2 ട്രേഡ് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് മൊത്തത്തിൽ ഞങ്ങൾ 4,688 രൂപയുടെ പ്രോഫിറ്റ് 2 ട്രേഡിൽ നിന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് ലോസ് ഒന്നുമില്ല. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0:1 എന്ന ഇതിലാണ് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 2,292 രൂപയുടെ ഒരു ട്രേഡും ഫിൻ നിഫ്റ്റിയിൽ 2,396 രൂപയുടെ മറ്റൊരു ട്രേഡും, ഇങ്ങനെ 2 ട്രേഡ് മാത്രമാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ ഈ മാസം നോക്കുകയാണെങ്കിൽ നമുക്ക് 2,25,749 രൂപയുടെ, അതായത് 112% പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ കറൻറ്റ് മന്തിൽ 261 ട്രേഡാണ് സെപ്റ്റംബർ മാസത്തിൽ ചെയ്തിട്ടുള്ളത്. 864 രൂപയാണ് ആവറേജ് പെർ ട്രേഡ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. 1,81,000 രൂപയുടെ മാക്സിമം ലോസും 4,07,000 മാക്സിമം പ്രോഫിറ്റുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും ലോസ് കഴിയുമ്പോഴുള്ളതാണ് ഈ 2,25,000 രൂപ. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.24 ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. 1:1.5 വരുന്നത് തന്നെ ഒരു സൂപ്പറാണ് ട്രേഡിങ്ങിൽ. സോ 1:2.24 എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. നിഫ്റ്റിയിൽ ഈ മാസം 47 ട്രേഡിൽ നിന്ന് 29,000 രൂപ. ബാങ്ക് നിഫ്റ്റിയിലാണ് ഏറ്റവും മോശമായ പെർഫോമൻസ്. 58 ട്രേഡിൽ നിന്ന് 15,000 രൂപ. ഫിൻ നിഫ്റ്റിയും വളരെ മോശമായിരുന്നു. 45 ട്രേഡിൽ നിന്ന് 17,000 രൂപ. നിഫ്റ്റി മിഡ് ക്യാപ്പ് സൂപ്പറാണ്. 22 ട്രേഡിൽ നിന്ന് 55,000 രൂപ. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 38 ട്രേഡിൽ നിന്ന് 57,000 രൂപ. ബാങ്ക് എക്സ് ഈ മാസം ട്രേഡ് ചെയ്തിട്ടില്ല. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് മന്ത്ലി നോക്കുകയാണെങ്കിൽ 51 ട്രേഡിൽ നിന്ന് 51,000 രൂപ. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഓരോ ട്രേഡിലും 1,000 രൂപ വെച്ച് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തം ഈ മാസത്തിൽ 6 ട്രേഡിംഗ് ഡേയ്സിൽ ഞങ്ങൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഏകദേശം 20 ട്രേഡിംഗ് ഡേയ്സ് ആണ് ഈ മാസം നമുക്ക് കിട്ടിയത്. അതിൽ 6 ദിവസം ലോസ് ആയിരുന്നു, ബാക്കിയെല്ലാം പ്രോഫിറ്റായിരുന്നു. റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ ഇന്ന് നിഫ്റ്റിയിൽ ഓപ്പണായ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ S1-ലാണ് ഇന്ന് ഓപ്പൺ ആയത്. S1 റേഞ്ചിൽ അവിടെ നിന്ന് S2-ൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് S1-നെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഇതാണ് ഫസ്റ്റ് നല്ലൊരു ട്രേഡ് ആക്ടിവേഷനായി കിട്ടിയത്. ഇവിടുന്ന് പിന്നീട് അത് നേരെ പോയത് നോട്രേറ്റ് സോണിനെ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് അവേ R1-ൽ കയറി R2-ൽ പോയി. റാസ് ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാൻ ഇവിടെ ജസ്റ്റ് നോക്കിയത് കണ്ടില്ലേ, എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവിടെ മാർക്കറ്റ് പോയിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു വരുന്നത് എന്നുള്ളത്. നോട്രേറ്റ് സോണിൽ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ക്യാഷാക്കി മാറ്റാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും സാധിച്ചിട്ടുണ്ട്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കുറച്ച് നേരം ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ തൊട്ടെങ്കിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന്. അതേപോലെ ഇവിടെ ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ നോട്രേറ്റ് സോണിൻ്റെ താഴെയായിട്ട് ഓപ്പണായി. ദെൻ നേരെ വന്നിട്ട് S1-നെയും വിട്ട് S2-ൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. കറക്റ്റ് അതിൻ്റെ ടിപ്പ് ഒന്ന് ടച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ദെൻ അവിടെ നിന്ന് മുകളിലോട്ട് പോയി S1 കട്ട് ചെയ്തു, നോട്രേറ്റ് സോൺ കട്ട് ചെയ്തു, പിന്നെ R1-നെ കട്ട് ചെയ്തു. R1-നെ കട്ട് ചെയ്തിട്ട് ടാർഗറ്റ് കിട്ടിയപ്പോൾ തിരിച്ച് വീണ്ടും നോട്രേറ്റ് സോണിൽ വന്നിട്ട് ബ്രേക്ക് ഡൗൺ ലെവലിനെ ടെസ്റ്റ് ചെയ്തു. പിന്നീട് അത് R2-ലും പോയി R3-ലും പോയിട്ട് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. നല്ല സൂപ്പർ പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് കൊടുത്തത്. ദെൻ ഇതിനകത്ത് വരുന്നത് ഫിൻ നിഫ്റ്റിയും കണ്ടില്ലേ, നോട്രേറ്റ് സോൺ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോഴാണ് ട്രേഡ് ആക്ടിവേറ്റ് ആയത്. ദെൻ അവിടെ നിന്ന് R3 വരെയും എക്സാക്ട്ലി അവിടെ R3. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വെറുതെ സിമ്പിളായിട്ട് റാസ് ലെവൽസിനെ തള്ളിക്കളയരുത്. എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് അവിടെ പോയി തിരിച്ചു വരുന്നത് എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക തന്നെ വേണം.
സെൻസെക്സിലും സെൻസെക്സ് നിന്ന് ഔട്ട് ഓഫ് ദ റേഞ്ച് കുറച്ച് ഒന്ന് ട്രേഡ് ചെയ്തു, ദെൻ തിരിച്ചു വന്നു. കാരണം ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് ഉണ്ടായ ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ലെവൽസ് ഷോർട്ടായിരുന്നു. ബട്ട് ഇവിടെ നിന്ന് വൺസ് അത് നമ്മുടെ റേഞ്ചിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് S3യിൽ കയറിക്കഴിഞ്ഞ ആ വണ്ടി നേരെ പോയിട്ട് R3യിലാണ് അവസാനിച്ചത്. ആ മൂവ്മെൻറ്റ് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടെന്ന് ആലോചിച്ച് നോക്കുക. ഡേ ഓപ്പണിംഗ് കട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു എൻട്രി ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ അത് മാക്സിമം റേഞ്ച് വരെയും പോയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ഇന്നൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് റാസ് ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങൾ, ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണെങ്കിലാണ് നമുക്ക് പ്രശ്നം വരിക. അത് റാസ് ലെവൽസ് എന്നല്ല, ഒരു പിവട്ടിനും ഒരു ഇതിനും അവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും വെച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്ന ഒരു രീതിയായിരിക്കും ന്യൂസിൻ്റെ മൂവ്മെൻറ്റിൽ. പക്ഷേ ടെക്നിക്കലായിട്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ റാസ് ലെവൽസിനെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും റാസ് ലെവൽസിൻ്റെ ഓരോ ലെവലിൽ നിന്നും ലെവലിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്നത്തതൊന്നും പ്രത്യേകിച്ചൊരു ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് അല്ല, ഇന്നത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം മന്ത് എൻഡ് ക്ലോസിംഗ് ആണ്, അവർക്ക് അവരുടെ നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കാണിക്കേണ്ടത് ഒരാവശ്യമുണ്ട്. പരമാവധി പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ട് അവർ അത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. തിങ്കളാഴ്ചത്തോടുകൂടി നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ മാർക്കറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത് മറ്റന്നാൾ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതല്ലാതെ ഇതിനകത്ത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയോ ലോയോ കട്ട് ചെയ്യാതെ ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഇവിടെ ഇങ്ങനെ റേഞ്ച് ബൗണ്ട് വരികയാണെങ്കിൽ ആ സൈഡ് വേസ് മാർക്കറ്റാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ കൊണ്ടുപോകാമെന്നല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനുമില്ല. കാരണം നാളെ മുകളിലോട്ടാണെന്ന് പറഞ്ഞാൽ ഇത് നാളെ താഴോട്ട് പോകും, നാളെ താഴോട്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും മുകളിലോട്ടും പോകും. അങ്ങനത്തെ ഒരു ഇതാണ് ഈ സൈഡ് വേസ് മാർക്കറ്റിൽ ഉണ്ടാവും. ഇതിപ്പോൾ എത്ര ദിവസമായി? ഇത് ഇവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1, 2, 3, 4, ഇന്ന് 5ാമത്തെ ദിവസമാണ് സൈഡ് വേസ് പോകുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹിസ്റ്ററിയിൽ പോയിട്ട് എന്താണ് സംഭവിച്ചത് നോക്കുക. ഇവിടെ അതേ രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് താഴേന്ന് വന്നിട്ട് മുകളിലോട്ട് കയറി നോക്കി, നടന്നില്ലെന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വന്ന പാറ്റേൺ അത് കണ്ടിന്യൂ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെയും അതേ രീതിയിൽ വന്നിട്ട് ഇവിടുന്ന് ഫർദർ താഴോട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോകും. അതെന്തായാലും നമുക്ക് ആ സമയത്ത് നോക്കിക്കാണാം. ഇവിടെ എല്ലായിടത്തും ആ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത്രയും കുറച്ച് കാലത്തേക്ക് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. അതിന് മുമ്പൊന്നും അത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് കയറി വരുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്യാൻഡലിൻ്റെ ഇന്നലെ വന്ന ആ ക്യാൻഡലിൻ്റെ ഹൈയും ലോയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ രണ്ടിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അതിന് എത്ര ദിവസം എടുക്കും എന്നുള്ളത് മാർക്കറ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കിയിരിക്കുക ഹൈ ആൻഡ് ലോയും. അതേപോലെ ഇവിടെയും കണ്ടില്ലേ, ഹൈ ആൻഡ് ലോയും കട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇന്നലത്തെ ഹൈയുടെ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് റിജക്ഷൻ വന്നു, താഴോട്ട് തന്നെ വന്നു. അപ്പോൾ എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എൻഗൾഫിംഗ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലേക്കാളും വലിയതാണെങ്കിൽ നമുക്ക് അവിടെ പാറ്റേൺ എൻഗൾഫിംഗ്, ബുള്ളിഷ് എൻഗൾഫിംഗ്, ബെയറിഷ് എൻഗൾഫിംഗ് എന്നൊക്കെ പറയാം. ഇവിടെ പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും ചെറിയതാണ്. അത് ഇന്നലത്തെ ക്യാൻഡിൽ ഇന്നത്തെ ക്യാൻഡിലിനെ വിഴുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ആ വിഴുങ്ങിയത് പോയി, ഒന്നുമില്ല. അതിന് ഇന്നത്തെ ക്യാൻഡലിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്നലത്തെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരാതെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ അങ്ങനെയാണുള്ളത്. ഇത് നിഫ്റ്റിയുടേത് ലോവർ ലെവലിൽ വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പൊങ്ങണം. അതങ്ങനെ പൊങ്ങിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും ഇതേ രീതിയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് പോകുന്നത്. ഒന്നുകിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്യണം, 920 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലോ കട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ എങ്ങോട്ട് പോയാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇൻട്രാഡേ ട്രേഡേഴ്സ് കാശ് എങ്ങനെയാലും ഉണ്ടാക്കും. അപ്പോൾ അത് എങ്ങോട്ട് പോയാലും, പക്ഷേ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ കട്ട് ചെയ്യണം. നിഫ്റ്റി സെൻസെക്സിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ കട്ട് ചെയ്യണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത്. എന്തായാലും മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ കഴിഞ്ഞതിന് മറ്റന്നാളത്തേക്ക് പുതിയ ലെവൽസാണ് വരിക. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട് ഓഫ് റേഞ്ച് പോയെങ്കിൽ കൂടി ഒരു മൊമെൻറ്റിൽ തിരിച്ചിറങ്ങി നമ്മുടെ ലെവൽസിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ അതൊരു നല്ല ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഒത്തിരി ഒന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. മറ്റന്നാൾ മാർക്കറ്റ് അവധിയാണ്, അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്. ഇനി ചൊവ്വാഴ്ചയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ എക്സ്പയറി ആയിരുന്നു. തിങ്കളാഴ്ചയുള്ള എക്സ്പയറി ഷിഫ്റ്റ് ചെയ്തിട്ട് ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നമുക്കിനി ട്രേഡിംഗ് ഉള്ളത്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ബൈ.